പുതിയ കാലത്തെ വെല്ലുവിളികളെ നേരിടാൻ CPIM സർഗാത്മക സമരമാർഗങ്ങൾ തേടുകയാണ്. വിവിധ സമരങ്ങളുടെ പേരിൽ കോഴിക്കോട് ജില്ലയിലും സമീപത്തുമായി ഇടത് സംഘടനകൾ കോടതിയിൽ കെട്ടിവെച്ച പണത്തിന്റെ കണക്കാണിത്. ഈ ഇനത്തിൽ കൊയിലാണ്ടി ഏരിയ കമ്മിറ്റി ആകെ കെട്ടിവെച്ചത് ഏകദേശം 26 ലക്ഷത്തോളം രൂപ. ഇതിൽ പോലീസ് സ്റ്റേഷൻ മാർച്ചിനിടെ ഒരു KSRTC ബസ് കത്തിച്ചതിന് മാത്രം കെട്ടിവെച്ചത് 15 ലക്ഷം രൂപ. നിർമ്മൽ മാധവ് പ്രശ്നവും വടകര പോലീസ് സ്റ്റേഷൻ മാർച്ചും TP വധത്തെ തുടർന്നുണ്ടായ സമരവുമായി ബന്ധപ്പെട്ടെല്ലാം DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി 2.25 ലക്ഷത്തോളം രൂപ കെട്ടിവെച്ചു. CPIM വടകര ഏരിയ കമ്മിറ്റി ചെലവാക്കിയത് 2 ലക്ഷം രൂപ. SFI കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് സമര ഇനത്തിൽ നഷ്ടമായത് 1 ലക്ഷത്തോളം രൂപ. SFI മലപ്പുറം ജില്ലാ കമ്മിറ്റി 2 യൂണിവേഴ്സിറ്റി മാർച്ച് നടത്തിയതിനു മാത്രം 2,58,000 രൂപ കെട്ടിവെച്ചു. ഇന്റർപോളി സമരവുമായി ബന്ധപ്പെട്ട് 7.5 ലക്ഷം രൂപ ചിലവായി. ലഭ്യമായ ചില പരിമിത കണക്കുകൾ മാത്രമാണിത്. ഓരോ കമ്മിറ്റിക്ക് കീഴിലുമായി ഇങ്ങനെ കോടതിയിൽ കെട്ടിവെച്ച പണത്തിന്റെ കണക്ക് നോക്കിയാൽ കോടി കവിയുമെന്നതിൽ സംശയമില്ല. കേവലം ഒരു മതിലോ ചില്ലോ തകർന്നതിന് പോലും കനത്ത പിഴയാണ് ഈടാക്കുന്നതെന്ന് ഇടത് സംഘടനകൾ ഒരുപോലെ പറയും. മാർച്ചിനിടെ 8,000 രൂപയുടെ നാശനഷ്ടമുണ്ടായതിന് 1.5 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കിയ കഥയാണ് AYFന് പറയാനുള്ളത്. പൊതുമുതൽ നശിപ്പിച്ചാൽ പോലീസ് റിപ്പോർട്ട് നൽകുന്നതിനനുസരിച്ചാണ് കോടതി പിഴ നിശ്ചയിക്കുന്നത്. സംഘടനയ്ക്ക് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന അക്രമ സമരങ്ങളുടെ പാത വെടിയുകയാണെന്ന സൂചന നൽകുകയാണ് CPIMന്റെ പുതിയ സമരമാർഗങ്ങൾ. MM രാഗേഷ്, ഇന്ത്യ വിഷൻ, കോഴിക്കോട്.